രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിന് വിശദീകരണവുമായി ശിവൻകുട്ടി. ഗവർണറെ വഴിതെറ്റിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട RSS പ്രവർത്തകരെന്ന് ആരോപണം. ഭാരതാംബ വിവാദം കത്തിപ്പടരുമ്പോൾ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന ഗവർണറുടെ ആരോപണത്തിന് മറുപടി പറയുന്നതിനിടെയാണ് ശിവൻകുട്ടി ഗുരുതരമായ മറ്റൊരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരിപാടി ബഹിഷ്കരിച്ചില്ലായിരുന്നുവെങ്കിലാണ് ഭരണഘടനാ ലംഘനമാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. താനല്ല, ഗവർണറാണ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയതെന്നും ഗവർണർ പ്രോട്ടോകോൾ ലംഘനവും ഭരണഘടനാ ലംഘനവും നടത്തിയെന്നും ശിവൻകുട്ടി ആരോപിച്ചു. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയ ആളാണ് താനെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. രാജ്ഭവൻ RSS പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാൻ പറ്റില്ല എന്നും RSSലെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ ഉണ്ട് എന്നും അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. ഗവർണറെ വഴിതെറ്റിക്കുന്നത് ഇവരാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇതാരാണെന്ന് വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ജൂൺ 19 രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാരദാന വേദിയിൽ നിന്നാണ് അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന മന്ത്രി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. നേരത്തെ തയ്യാറാക്കിയ നോട്ടീസിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തലോ പുഷ്പാർച്ചനയോ ഉണ്ടായിരുന്നില്ല എന്നാണ് മന്ത്രി ബഹിഷ്കരണത്തിന് പിന്നാലെ വ്യക്തമാക്കിയത്. മന്ത്രി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രി അപമാനിച്ചെന്നും കാട്ടി ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം ഭരണഘടന അനുശാസിക്കുന്ന ചിഹ്നങ്ങൾക്കപ്പുറം കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രങ്ങൾ ഔദ്യോഗിക പരിപാടികളിൽ വെക്കരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരിപാടിയിൽ ഗവർണർക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് അറിയിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ഗവർണർ തിരികൊളുത്തിയത്.